ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളിൽ സന്ദർശനത്തിനെത്തുന്ന പൊതുജനങ്ങളെ വിലക്കുന്നത് അധാർമികതയെന്ന ആരോപണം. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയ്ക്ക് പൊതുജനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. ഏഷ്യയ്ക്ക് തന്നെ അഭിമാനമായ ഇടുക്കി പദ്ധതിയുടെ ഇടുക്കി ചെറുതോണി അണക്കെട്ടിലാണ് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതീവ സുരക്ഷാ മേഖലയായിരുന്ന ഇവിടെ ഓണം, ക്രിസ്തുമസ്, പൂജ, അവധി, പുതുവത്സരാഘോഷ സമയങ്ങളിൽ പൊതുജനങ്ങൾക്ക് സന്ദർശന അനുമതി നൽകിയിരുന്നു. വർഷങ്ങളായി ഈ നില തുടർന്നിരുന്നു. പിന്നീട് ശനി, ഞായർ ദിവസങ്ങളിലും സന്ദർശകർക്ക് ഡാമിൽ അനുമതി നൽകിയിരുന്നു. സന്ദർശകരുടെ തിരക്കേറിയതോടെയായിരുന്നു ഈ നിലപാട്. ഇതോടുകൂടി ഇടുക്കി ജില്ലാസ്ഥാനത്തേക്ക് വിദേശികൾ ഉൾപ്പെടെ സന്ദർശന പ്രവാഹമാണ് ഉണ്ടായത്. ഇത് പ്രളയത്തിൽ തകർന്ന ചെറുതോണിയിലെ വ്യാപാര ടൂറിസം മേഖലയ്ക്ക് പുത്തൻ ഉണർവാണ് ഉണ്ടാക്കിയത്. എന്നാൽ കഴിഞ്ഞ വർഷം മലപ്പുറം സ്വദേശിയായ ഒരാൾ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് അണക്കെട്ടിൽ കടന്ന് ഗേറ്റ് പൂട്ടുകയും ഷട്ടറിന്റെ ഇരുമ്പുവടത്തിൽ ദ്രാവകം ഒഴിക്കുകയും ചെയ്തു. ഇത് വൻ സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണമാക്കി. ഇവിടെ സന്ദർശന വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു. ഇപ്രകാരം ചെയ്തെന്ന് പറഞ്ഞ ആളെക്കുറിച്ചോ ഈ കേസിനെക്കുറിച്ചോ ആ വ്യക്തിയെക്കുറിച്ചോ ഇപ്പം ചരിത്രത്തിലോ ചിത്രത്തിൽ പോലും ഒരു കഥ പോലുമില്ല. കാരണം ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. കാരണം ഇവിടെ കച്ചവടമില്ല. കച്ചവടക്കാർക്ക്, നാട്ടുകാർക്ക്, ടൂറിസം പരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം പട്ടിണിയിലാണ്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഈ ഡാം തുറന്ന് സന്ദർശകർക്ക് അനുമതി നൽകി ഈ ഇടുക്കിയുടെ കുടിയേറ്റ കർഷകരെയും വ്യാപാരികളെയും ഇവിടുത്തെ ടൂറിസം പരമായിട്ട് ജീവിക്കുന്നവരെയൊക്കെ ഒന്നും നിലവാരം മെച്ചത്തിലേക്കാക്കി ജനങ്ങളെ രക്ഷിക്കണം, നാടിനെ രക്ഷിക്കണം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. സെക്യൂരിറ്റി വിഭാഗത്തിന്റെ കടുത്ത വീഴ്ചയ്ക്ക് പൊതുജനങ്ങളെ ബലിയാടാക്കുന്ന സമീപനമാണ് പിന്നീടുണ്ടായത്. അണക്കെട്ടിൽ സന്ദർശനം അനുവദിക്കണമെന്ന ആവശ്യം വൻ പ്രതിഷേധമായി ഉയർന്നപ്പോൾ കഴിഞ്ഞ ഡിസംബറിൽ 20 ദിവസത്തെ സന്ദർശന അനുമതി നൽകി. ഇതാകട്ടെ കടുത്ത നിയന്ത്രണത്തിലും. ഒരു ദിവസം കേവലം 500 പേർക്ക് രാവിലെ 10-നും വൈകിട്ട് 5-നും ഇടയിൽ സന്ദർശനം നടത്താം. ഇതാകട്ടെ ബഗ്ഗിക്കാറിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഒരാൾക്ക് 150 രൂപ ടിക്കറ്റ് ചാർജ് നൽകണമായിരുന്നു. എന്നാൽ ഓരോ ദിവസവും ഈ നിയന്ത്രണങ്ങൾ അറിയാതെ വിവിധ ജില്ലകളിൽ നിന്നും വിദേശികളും ഉൾപ്പെടെ 5000 മുതൽ 25,000 പേർ വരെ ഇവിടെയെത്തി നിരാശരായി മടങ്ങി. സുരക്ഷാ ഉദ്യോഗസ്ഥരായ പോലീസുകാരുടെ വീഴ്ചയ്ക്ക് പൊതുജനങ്ങളോട് കാണിക്കുന്ന അധാർമികതയാണെന്നാണ് ആരോപണം ഉയരുന്നത്. അണക്കെട്ടിൽ സന്ദർശനം അനുവദിക്കുക വഴി വരും തലമുറയ്ക്ക് പഠന സഹായവും ജില്ലാ ആസ്ഥാന മേഖലയുടെ വിനോദസഞ്ചാര വികസനത്തിനും ഇടവരുത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.